അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അതാ അങ്ങോട്ട് നോക്കൂ, ആ കാണുന്നതാണ് ഔതാസ് പർവ്വതം. അവിടെ നിന്നും വാളുകൾ മുത്തം വെക്കുന്ന ഒച്ചകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അമ്പരമിട്ട് ഉയരുന്ന പൊടിപടലങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? അതെ, അവിടെ അതിഘോരമായ ഒരു യുദ്ധം അരങ്ങേറുകയാണ്. സാർദയായ മനസ്സുകളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇസ്ര 8-ാം വർഷം അരങ്ങേറിയ ഗസ്വത്ത് ഹുനൈൻ അഥവാ ഹുനൈൻ യുദ്ധത്തിന്റെ പടക്കളത്തിലേക്കാണ്. അഹ്ദത്തിലെ അലിഫ് അലിഫ് ലമ ഗമിയം അലിഫ് ശരഫുൽ ബിസ്മില്ലാഹ് അരിമകലെ കുതുബനുദിന ഖുർആനിൽ അലഗൂറ്റല ഗുരി ബിസ്മില്ലാഹ് അലഗൂറ്റല ഗുരി ബിസ്മില്ലാഹ് അഹ്ദത്തിലെ അലിഫ് അലിഫ് ലമ ഗമിയം അലിഫ് ശരഫുൽ ബിസ്മില്ലാഹ് അരിമകലെ കുതുബനുദിന ഖുർആനിൽ അലഗൂറ്റല ഗുരി ബിസ്മില്ലാഹ് തങ്ങളും അവിടുത്തെ നശ്രത്തുല്യരായ 12,000 സ്വഹാബികളും ഒരു വശത്ത്, മറുവശത്താകട്ടെ മാലിക് ബിൻ ഔഫ് അൻ-നസ്രി എന്ന ക്രൂരനായ രാജാവും അവിടുത്തെ 30,000-ലധികം വരുന്ന ആയുധസജ്ജരായ പടയാളികളും മറുവശത്ത്. അവർ ശംഖ് വിളിച്ചുകൊണ്ട്, അവർ കാളം ശംഖെ ചൂള ചീനി വിളിച്ച് ദഫ് ബജമുട്ടി പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. മറുത്ത കുഫറുകളിൽ എതിർത്തിട് മധുർത്ത കുഫറുകളിൽ എതിർത്തിടയും മടവേനി മുഖം വിളി തുണ്ടിടയും തൊടപാൽ ബലിമിന്നറിപോൾ പടയും തുറകൾ ചുമടും തടവും ചൊടിയും ചൊടികടിനപ്പടമെത്ത കടുപ്പമതാൽ പൊരുതന്നിരവും പകലും കൊടുകൊടുമകുഫിറാലിരണ്ടിടയും ഇരുന്നതിന് ശേഷമുള്ളോർ പകയർ അനകഭയം പൊരുതായി വലങ്കിൽ ചുരങ്ക പടകളമിന്നടവെ ഉദിത്ത് അറിവിടുവാൻ. പ്രകമ്പനം കൊണ്ടിരിക്കുന്ന പടക്കളത്തിൽ ആദ്യ ഏറ്റുമുട്ടൽ ഉടലെടുക്കുന്നു. ശത്രുപക്ഷത്തിൽ നിന്നും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്നൊരു ധീരൻ, കൊടിയ ക്രൂരൻ പടക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നു. പട്ടിണി പാവങ്ങളായ സ്വഹാബത്തിന് അവനെതിരിൽ പൊരുതുവാൻ കഴിയുമോ എന്ന് സംശയം. തക്ക സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൽ നിന്നും അവനെതിരിൽ പൊരുതുവാൻ വേണ്ടി പള്ളിപ്പുലി സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഓ സുബൈറെ, നീ അവനെതിരെ പൊരുതണം. പള്ളിപ്പുലി സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പടക്കളത്തിലേക്ക് ചാടി വീഴുകയും ഉഖബത്തിനെയും അവനെ പിന്തുടർന്ന് വന്ന 15 പേരെയും യമപുരിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, മാലിക്, ഇനി ആരുടെ നിന്റെ പക്ഷത്ത് ഊട്ടത്തോടെ ഉശിരുള്ളവനായി പൊരുതുവാൻ എന്ന് ആക്രോശിച്ചുകൊണ്ട് പറയുന്ന സന്ദർഭത്തിൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ചിരിച്ച വേളയിൽ ഭഗുത്തനായൊരു കരുത്തനും ചാടി അവൻ കുലത്തിലെ മോടി അന്റെ കുടിയവൻ ഇസ്ലാമി മദ്രസ ഫറസുമ കളിത്തിടാ ചാടി ഇരുപരിജനത്തിടാ കൂടി മരുത്ത് ഭോഷണം മതിത്ത് തോളര വിളിത്തിടും കൂറി കഅബമിലകത്തിലേക്കേറി ഞങ്ങൾ തവമുട സ്വനമുകൾ കിസ്റവറവനട പുറത്തിലെ ചേറി ഇറങ്ങിട ഒരുത്തവൻ തേറി. സുബ്ഹാനല്ലാഹുവിന്റെ വിറപ്പിക്കുന്ന പ്രകടനത്തിൽ ആവേശം പൂണ്ട സ്വഹാബികൾ തക്ബീർ മുഴക്കുന്നു. അല്ലാഹു അക്ബർ. വാനിലേക്ക് അത്യുച്ചത്തിൽ ഉയരുന്ന തക്ബീർ ധ്വനികൾക്കിടയിൽ ശത്രുപക്ഷത്തിൽ നിന്നും ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുന്നു. ആരാണത്? അതെ, മിത്രസ്. അവൻ തന്നെയാണത്. ചില വ്യക്തി വൈരാഗ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് അവന്റെ ഉദ്ദേശം. അവനിങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ആക്രോശിച്ച് പറയുന്നുണ്ട്, ഓ മുഹമ്മദേ, കഅബക്കുള്ളിലെ 360 സ്വനമുകളെ അടിച്ചു തകർക്ക് നീക്കം ചെയ്യാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ സഹചാരി ഇവിടെ, നിന്റെ തോഴനെവിടെ, അടർക്കളത്തിൽ തിളക്കം സൃഷ്ടിക്കുന്ന നിന്റെ പിതൃപുത്രനെവിടെ, എനിക്ക് അവരുമായി ഒന്ന് പൊരുതണം. ആര്യനവൻ തിരക്കുന്നത്. അതെ, പടക്കളങ്ങളെ കിടകിട വിറപ്പിക്കുന്ന അടർക്കളത്തിലെ പുലിക്കുട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പടക്കളത്തിൽ കുതിരയാൽ സൽസലം അടർക്കളം ഇളക്കി മറിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അവൻ തിരക്കുന്നത്. ശത്രുത തിളച്ചു മറയുന്ന മിത്രസിന്റെ വീമ്പിളക്കൽ സ്വരം ഇടുമുഴക്കമായി ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ
അവിടെ അലി റളിയല്ലാഹു അൻഹു മിത്രസിലേക്ക് ചെല്ലുന്നു. ചിറത്ത തോഴമേ മിടുത്ത പോലലി നടത്തി ദുൽദുലുമേ കളികളി തകുത്തതോർക്കിണമേ കൊണ്ട് നടപെട മടയനില്ല മടിട കൊടിയവൻ ഉരത്ത സുവലതുമേ ചെറിയൊരു കരുത്തനാരതുമേ കരുത്തനാരെന്നുരത്ത നീജനൽ കുഫത്ത് ഞാനുമെടാ സ്വനമുകൾ ഉടുത്ത വീരനടാ ഉങ്ങൾ കുല അട അറുകുല പെണ്ണു പുലി അലിമക ജിഗത്ത ഞാനുമെടാ നബിയുടെ ഹനത്ത് ഞാനുമെടാ. തന്റെ സമീപത്തെത്തിയ ചെറു പയ്യനെ മിത്രസ് അമ്പരപ്പിൽ നോക്കിക്കൊണ്ട് പറയുന്നു, മോനെ നീ ആരാണോ ഒരു കൊച്ചുകൊട്ടി? ഞാനാകുന്ന ഒരു അജാലുബാഹുവായ മനുഷ്യനോട് പൊരുതുവാൻ നീയാകുന്ന ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുക? നീ തിരിച്ചു ചെല്ല്, അവിടെ യഥാർത്ഥ അലി ഉണ്ടാകും, അവരോട് ഇങ്ങ് വരാൻ പറ. തന്റെ നെവയർമയുണ്ടാക്കിയ മിത്രസിനെതിരെ ചിന്തിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു തന്റെ അറയിൽ നിന്നും ദുൽഫുഖർ വാൾ അടിച്ചുകൊണ്ട് ആ മിത്രസിനെ വകവരുത്തുകയാണ്. അപ്പോൾ തന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ശത്രുപക്ഷത്തിൽ നിന്നും മിത്രസിന്റെ സഹോദരൻ പടക്കളത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പിന്നീട് ഉണ്ടായത് ഇങ്ങനെയാണ്. ഫറസിലെ മുഗൾ ജലസദായവൻ ശിരസിലെ മുകിമകുടമ ശിരസിലെ പഠിത്ത കായമിലനൈത്ത സാലിസ് മികത്തലാമത ഹദീസുമേ തുറുസദ തിരുസുതു സദായിരം തുറുസദതും അഹദുമെ തികത്തതാകയും വഹിത്ത് കോണവും നടത്തി ചോടടി തിമൃതമേ തിമൃതപ്പഴുത്തുത്തകതിൽ തിമിഴത്ത താളവും എത്തോൻ അടുത്തിട്ടാണ് സഫത്തോൻ പുറത്തെ തിമൃതപ്പഴുത്തിത്തകതിൽ തിമിഴത്ത താളവും എത്തോൻ അടുത്തിട്ടാണ് സഫത്തോൻ പുറത്തെ സമരത്തെ അറുത്ത് മറുത്തുകുലത്തിൽ തല്ലാറിലെത്തി കോടമുട്ടി സമരത്തിന് നിർത്തുറത്തുകുലത്തിൽ കോടമുട്ടി വേഗപെട്ടി താനെടുത്ത് കടവിലെ ദുഷ്ടമ്പോൾ ദുയമൂറിപ്പെട്ട് കോൾ കടവിലെ ദുഷ്ടമ്പോൾ ദുയമൂറിപ്പെട്ട് കോൾ കോര കോഫിനീറഫാരമായി. അതെ, പടർക്കളം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെട്ടിന്റെയും തടവിന്റെയും ഒച്ചകൾ മാത്രം. വാള്, പരിച, കുന്തം, കടാര, അമ്പ്, വില്ല്, ദണ്ഡ് തുടങ്ങി 18 ആയുധങ്ങളുമായി മിത്രസിന്റെ സഹോദരൻ അലിയാർക്ക് നേരെ ചാടി വീണു. മിന്നൽ വേഗതയിൽ ചീറ്റപ്പള്ളി അലിയാരും പൊരുതി വാൾപ്പയറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. അവരുടെ പോരാട്ടം രണഭൂമിയിൽ തുടരുകയാണ്. വാൾ കൊണ്ട് വെട്ടുന്നു, പരിച കൊണ്ട് തടുക്കുന്നു, വീണ്ടും വെട്ടുന്നു, അലിയാർ തടുക്കുന്നു, സഹോദരൻ വീണ്ടും വെട്ടി, അലി തങ്ങൾ തടഞ്ഞു. ശക്തമായ വെട്ട് തടവ് തുടർന്നപ്പോൾ 2 പേരെയും അടമക്കളത്തിൽ കാണാൻ പറ്റാത്ത വിധം പൊടികൾ ഉയരെ പാറി പറക്കുന്നു. ഇത്തരത്തിൽ വീക്ഷിക്കുന്നവർക്ക് പോലും യാതൊരു ധാരണയുടെ ലഭിക്കാത്ത വിധം അടർക്കളത്തിൽ പൊടി ഉയർന്നുകൊണ്ടിരുന്നു. സമാനതയില്ലാത്ത വിധം അതികഠോരമായ യുദ്ധമായിരുന്നു ആ ഹുനൈനിൽ അന്ന് അരങ്ങി തീർത്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.